കത്തിച്ചതാണ്ട് എൻ്റെ ഇതൊന്ന് കത്തിച്ചു കൊണ്ടുപോകാണ്ട് ഇത് കത്തിപ്പോയി. പിന്നെ പെട്ടിയുടെ ഇതിൽ സഞ്ചിയെല്ലാം കത്തിപ്പോയി. പിന്നെ കടയുടെ മേളെല്ലാം കത്തിപ്പോയി. മേളും പിന്നെ പെട്ടിയുടെ ഇവിടെ ഇരുന്ന സാധനം പോയി. ബാലപാഠങ്ങളെല്ലാം കത്തിപ്പോയി. ജീവനമാർഗം ഇതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്കൊരു ഭാര്യയും ഒരു കൊച്ചുമുണ്ട്. ഞാൻ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. എൻ്റെ വീട്ടിൽ കുടുംബം നോക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഇതില്ലാതെ എൻ്റെ വീട് കഷ്ടപ്പാടാവും. എന്തെങ്കിലും ഒരു നടപടി എടുക്കണം. പ്രേക്ഷകരെ, ഈ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. ഒരു വികലാംഗനായ ഒരു സാധുവിൻ്റെ ഉപജീവന മാർഗമാണ് ചില സാമൂഹ്യ വിരുദ്ധർ രാത്രിയുടെ മറവിൽ കത്തിച്ചു കളഞ്ഞത്. ഇത് കൊല്ലം ജില്ലയിലെ കൊല്ലം ജില്ലാ ആശുപത്രിക്ക് സമീപത്ത് ഒരു പെട്ടിക്കട നാരങ്ങാവെള്ളവും ഇഞ്ചിയും കുട്ടികളുടെ ബാലപാഠവും ഒക്കെ വിറ്റ് ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരു വികലാംഗനായ സുനിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഉപജീവന മാർഗമാണ് ചില സാമൂഹ്യ വിരുദ്ധർ കഴിഞ്ഞ 1-2 ദിവസം മുമ്പ് രാത്രിയുടെ മറവിൽ തീയിട്ട് നശിപ്പിച്ചത്. കഴിഞ്ഞ 4 ദിവസമായി കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുകയാണ് സുനിൽ. കൊല്ലം ഈസ്റ്റ് പോലീസിലും കമ്മീഷൻ ഓഫീസിലും കൊണ്ട് പരാതി നൽകിയിട്ടും ഇതുവരെയും പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുറേ സാമൂഹ്യ വിരുദ്ധർ ഇദ്ദേഹത്തിൻ്റെ കടയ്ക്ക് സമീപത്തിരുന്ന് മദ്യപിച്ചിരുന്നു. ഇത് താൻ വിലക്കിയതും ഇവിടെ ഇരുന്ന് മദ്യപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതും അവരെ പ്രകോപിപ്പിച്ചു. തൻ്റെ കട കത്തിക്കും എന്ന് അവർ പറഞ്ഞതായും അദ്ദേഹം പറയുന്നു. സമീപത്തെ ഒരു CCTVയിൽ അദ്ദേഹത്തിൻ്റെ കടയ്ക്ക് സമീപത്ത് ആരോ നിന്ന് തീയിടുന്ന ദൃശ്യവുമൊക്കെ കിട്ടിയിട്ടും പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് സുനിൽ പറയുന്നത്. പ്രേക്ഷകർ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു ഭിന്നശേഷിക്കാരന് അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടിട്ട് 4 ദിവസം പിന്നിട്ടു. ഇനി എങ്ങനെ കുടുംബം പോറ്റുമെന്ന ആശങ്കയിലാണ് സുനിൽ. ഇത് കാണുന്ന നമ്മുടെ നല്ലവരായ പ്രേക്ഷകർ ആരെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറിയ കട നന്നാക്കി പൂർവ്വസ്ഥിതിയിലാക്കി നൽകാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുക തന്നെ വേണം. അതിനായിട്ട് ഒരുപാട് പണമൊന്നും വേണ്ട. ആ കുഞ്ഞു പെട്ടിക്കട പൂർവ്വസ്ഥിതിയിലാക്കാൻ ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ ആ മനുഷ്യൻ്റെ കുടുംബം പട്ടിണിയും പരിവട്ടവും ഇല്ലാതെ ആ കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ ജീവിച്ചു പോകും. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ഈ മനുഷ്യൻ്റെ ആ ഉപജീവന മാർഗം ഇല്ലാതാക്കിയ ആ സാമൂഹിക വിരുദ്ധരെ എത്രയും പെട്ടെന്ന് പോലീസ് പിടികൂടട്ടെ. നമ്മുടെ രമേശ് ചെന്നിത്തല സാറ് ഈ വീഡിയോ കാണാൻ വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി ഈ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. പിന്നെ ആരാണ്ട് സാമൂഹിക ആൾക്കാർ കയറി ഇത് കത്തിച്ചിട്ട് പോയി. ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഞാൻ 4 ദിവസം കൊണ്ട് പരാതി കൊടുത്തിട്ട് അവർ നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല. ഞാനിപ്പോൾ എന്താ ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. എനിക്കൊരു ഇത് നിർത്തിത്തരണമെന്നുള്ള ആവശ്യം. എന്തെങ്കിലും ഒരു ഇത് നടപടി സ്വീകരിക്കണോ ഉള്ള രീതിയിലുള്ള. എന്നോട് കൂട്ടി 5 ദിവസമായി. ഒന്നും നടക്കുന്നില്ല. കച്ചവടം ഒന്നും ഞാൻ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇതുകൊണ്ടാണ് ഉപജീവന മാർഗമാണ് എൻ്റെത്. എനിക്കൊരു കൊച്ചും ഒരു ഭാര്യയുണ്ട്. ഞാൻ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. എനിക്ക് വേറെ വഴിയില്ല. ഞാനൊരു വികലാംഗനാണ്. ഞാൻ എല്ലായിടത്തും തന്നെ ഇപ്പോൾ SP വരെ പരാതി കൊടുത്തു. SP വരെ പരാതി കൊടുത്തിട്ട് ഒരു നടപടി ഇതുവരെ ഇതിൽ വന്നിട്ടില്ല. ഞാൻ എൻ്റെ ഉപജീവന മാർഗമാണ്. ഇതിൽ എന്തെങ്കിലും ഒരു ഇത് കണ്ടു തരണമെന്നുള്ള താഴ്മയാണ് അപേക്ഷിക്കുന്നത്. കൈ വയ്യാത്തത് കൊണ്ട് ഈ ജോലി ചെയ്ത് വേണം ജീവിക്കാൻ. വേറെ വഴിയൊന്നുമില്ല. ഇവിടെ സ്ഥിരമായിട്ട് സന്ധ്യ ആകുമ്പോഴത്തേക്ക് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമാ. ഇനി അവരാരെങ്കിലും ആണോ എന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി ചെയ്തു കൊടുത്താൽ ആ കടയൊന്ന് റെഡിയാക്കി അവര് ഉപജീവനത്തിനുള്ള മാർഗം ചെയ്തു കൊടുക്കാൻ